Hi all, welcome to once. നമ്മൾ ഇന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് മൊഡ്യൂൾ 2-ലെ ടോപ്പിക്സ് ആണ്. അപ്പോൾ മൊഡ്യൂൾ 2-ലെ മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറഞ്ഞ ടോപ്പിക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെത്തേഡ് ഓവർലോഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പാരാമീറ്ററിന് ചേഞ്ച് ചെയ്തോ അല്ലെങ്കിൽ ഓർഡറിന് ചേഞ്ച് ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്തോ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് മെത്തേഡ് ഓവർലോഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഇൻ എ സെയിം ക്ലാസ് ടു ഷെയർ സെയിം നെയിം ബട്ട് ഡിഫറെൻറ്റ് ഇൻ ദ പാരാമീറ്റർ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിൽ സെയിം ക്ലാസ്സിൽ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ടാവും. അത് നമ്മുടെ നെയിം സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പാരാമീറ്ററിൻ്റെ ലിസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാവും. അത് പാരാമീറ്റർ നമ്പർ ചേഞ്ച് ആവും അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പ് ചേഞ്ച് ആവും. നമുക്കങ്ങനെ ഓവർലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ ദിസ് ഫോം കമ്പൈൽ ടൈം പോളിമോർഫിസം ഓൾസോ നോൺ ആസ് സ്റ്റാറ്റിക് പോളിമോർഫിസം. അതായത് നമ്മൾ കമ്പൈൽ ടൈമിൽ അല്ലെങ്കിൽ ആണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിങ്ങിനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നത്. കമ്പൈൽ ടൈമിൽ തന്നെ നമ്മൾ എങ്ങനെ അതിൻ്റെ കൺക്ലൂഷനിൽ ഏത് മെത്തേഡിനെ നമുക്ക് എടുക്കണം എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ കമ്പൈൽ ടൈമിലാണ് അതിനെ റിസോൾവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സെയിം മെത്തേഡ് വിത്ത് സെയിം നെയിം ആയിരിക്കണം. നമ്മളെ മെത്തേഡിന് എല്ലാത്തിനും സെയിം നെയിം ആയിരിക്കണം. ഡിഫറെൻറ്റ് പാരാമീറ്റർ ലിസ്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ മെത്തേഡ് ഓവർലോഡിങ് ചെയ്യേണ്ട 3 വേസിൽ നമുക്ക് ചെയ്യാം. അതായത് മെത്തേഡിന് നെയിം സെയിം ആണെങ്കിലും നമുക്കതിന് പല രീതിയിൽ നമുക്ക് മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാം. 3 വേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ചേഞ്ചിങ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. അതായത് മെത്തേഡ്സിൻ്റെ സെയിം നെയിം ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റും. ഇനി ബൈ ചേഞ്ചിങ് ഡാറ്റ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ 2 പാരാമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ ഒരു മെത്തേഡിനകത്ത് 2 പാരാമീറ്ററും അടുത്തതിനകത്ത് സെയിം നമ്പർ ഓഫ് പാരാമീറ്റർ സെയിം ആണെങ്കിലും അതിൻ്റെ ടൈപ്പ് ചേഞ്ച് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാൻ പറ്റും. ഇനി ബൈ ചേഞ്ചിങ് ഓർഡർ ഓഫ് പാരാമീറ്റർ. അതായത് നമുക്ക് അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ബൈ ചേഞ്ചിങ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. ബൈ ചേഞ്ചിങ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? പാരാമീറ്ററിൻ്റെ നമ്പറിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ, ഞാൻ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് ആ മെത്തേഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ ഇൻഡ് എ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എത്ര പാരാമീറ്റർ ഉണ്ട്? ഒരു പാരാമീറ്റർ ഉള്ളൂ. പാരാമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാസ് ചെയ്യുന്ന സാധനത്തിനാണ് നമ്മൾ പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ആദ്യം കൊടുക്കുന്നത് ഡാറ്റ ടൈപ്പാണ്. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിൾ നെയിം അല്ലെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന വേരിയബിളിന് എന്താണോ അതിൻ്റെ നെയിം കൊടുക്കും. അതായത് നമ്മുടെ ഇൻസ്റ്റൻസ് വേരിയബിൾ അത് കൊടുക്കും. ഓക്കെ, അപ്പോൾ പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ, വോയിഡ് എന്ന് പറഞ്ഞത് പബ്ലിക് എന്നത് നമ്മുടെ ആക്സസ് മോഡിഫയർ ആണ്. വോയിഡ് എന്ന് പറഞ്ഞത് ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന ടൈപ്പാണ്. ഡിസ്പ്ലേ എന്നുള്ളതാണ് മെത്തേഡിൻ്റെ നെയിം. മെത്തേഡിൻ്റെ നെയിം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം കൊടുക്കുന്നത്. ഇപ്പോൾ 2 വേർഡ് ഉണ്ടെങ്കിൽ മെത്തേഡിന് 2 വേർഡ് വെച്ചിട്ടാണ് നെയിം കൊടുത്തേക്കണമെങ്കിൽ സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ആയിരിക്കണം. നമ്മൾ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്തു, അതിൻ്റെ ബോഡി എഴുതി മെത്തേഡിനെ ഓപ്പൺ ചെയ്തത് അതിൻ്റെ ഉള്ളിൽ എന്താണോ ബോഡി വരേണ്ടത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ സെയിം മെത്തേഡാണ്. അവിടെ ഇൻഡ് എ കോമ ഇൻഡ് ബി എന്ന് കൊടുത്തു. ഇവിടെ എന്താ? ടൈപ്പ് സെയിം ആയിരിക്കണം. ഈ കേസിൽ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുക വെച്ചാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് ചെയ്യണമെങ്കിൽ ടൈപ്പ് സെയിം ആയിരിക്കും. ടൈപ്പ് സെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടും വരാൻ കുഴപ്പമില്ല. പക്ഷെ അവിടെ എന്തായിരിക്കണം? നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആയിരിക്കണം. അതായത് ഇൻഡ് എ ഇൻഡ് ബി അല്ലെങ്കിൽ ഇൻഡ് എ സ്ട്രിങ് ബി അങ്ങനെ വേണമെങ്കിലും വരാൻ കുഴപ്പമില്ല. അപ്പം ഇവിടെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിൻ്റെ എണ്ണം 2 മെത്തേഡിലും എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഒരെണ്ണം ഉള്ളൂ, ഇവിടെ 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ മെത്തേഡിന് നമ്മൾ ബോഡി എന്താണോ കൊടുക്കാനുള്ള അതും കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബൈ ചേഞ്ചിങ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെത്തേഡ് ഓവർലോഡിങ് ചെയ്യുന്നത്. സെയിം മെത്തേഡ് നെയിം സെയിം ആയിരിക്കണം, റിട്ടേൺ ടൈപ്പ് ഡിഫറെൻ്റ് ആയാലും കുഴപ്പമില്ല മെത്തേഡ് ഓവർലോഡിങ്ങിൽ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പാസ് ചെയ്യുന്ന പാരാമീറ്ററിൻ്റെ എണ്ണം എന്താണ്? ഡിഫറെൻ്റ് ആണ്. അങ്ങനെ നമുക്ക് ഓവർലോഡിങ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ചേഞ്ചിങ് ഡാറ്റ ടൈപ്പ് ഓഫ് എ പാരാമീറ്റർ. പാരാമീറ്ററിൻ്റെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ മെത്തേഡ് എഴുതി പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ തന്നെയാണ് എഴുതിയേക്കുന്നത്. ഇൻഡ് എ. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ആ മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്ലൻ ഇൻഡിജർ A+A. അതായത് അതിൻ്റെ ബോഡി എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബോഡി എന്താണോ അത് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ അതിൻ്റെ ഉള്ളിൽ കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് അടുത്ത മെത്തേഡ് എഴുതുമ്പോൾ എന്താണ്? സെയിം
നെയിം സെയിം ആയിരിക്കണം, പക്ഷെ ഇവിടെ ടൈപ്പാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രിങ് ഇതിൻ്റെ പകരം നമ്മളവിടെ എന്ത് കൊടുത്തു? സ്ട്രിങ് ആണ്. അപ്പോഴും എന്ത് ചെയ്യും? ഈ രണ്ട് മെത്തേഡും ഓവർലോഡ് ചെയ്യും. ഇവിടെ സെയിം നമ്പർ ഓഫ് പാരാമീറ്റർ സെയിം ആണെങ്കിലും ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അവിടെ എന്താണ്? അതിൻ്റെ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. ഒന്ന് ഇൻറ്റ് എ ആണ്, അടുത്തത് സ്ട്രിങ് എ ആണ്. നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? മെത്തേഡ് ഓവർലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സെക്കൻഡ് മെത്തേഡ് ചെയ്തിട്ട് അതിൻ്റെ ബോഡി എന്താണോ, അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട ഡേറ്റ എന്താണോ അത് കൊടുക്കുക. ഇവിടെ ഞാൻ പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ എന്താണോ പാസ് ചെയ്തേക്കുന്നത് അത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചേഞ്ച് ചെയ്തേക്കുന്നത്? നമ്പർ ഓഫ് പാരാമീറ്ററിൻ്റെ എണ്ണം സെയിം ആണെങ്കിലും അതിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാം. നെക്സ്റ്റ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ചേഞ്ചിങ് ഓർഡർ ഓഫ് പാരാമീറ്റർ. നമ്പർ ഓഫ് പാരാമീറ്ററിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ, രണ്ടും സെയിം നമ്പർ ഓഫ് പാരാമീറ്റർ ആണെങ്കിലും ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്ക്, പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ ആണ്, ഇവിടെയും പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ ആണ്. ഇവിടെ നമ്മൾ ആദ്യം എന്താ പാസ് ചെയ്തിരിക്കുന്നത്? സ്ട്രിങ് എ ഇൻറ്റ് ബി. ഇതിലേക്ക് പാരാമീറ്റർ പാസ് ചെയ്തിരിക്കുന്നത് സ്ട്രിങ് എ ഇൻറ്റ് ബി ആയിട്ടാണ്. ഓപ്പൺ ചെയ്തു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് സ്ട്രിങ് ദെൻ ഇൻറ്റ് എന്നും പറഞ്ഞു കൊടുത്തു. ആദ്യം സ്ട്രിങ് വന്നും അത് കഴിഞ്ഞിട്ട് എന്ത് വന്നും? നെക്സ്റ്റ് ഇൻറ്റ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ മെത്തേഡിൻ്റെ ആ ബോഡി നമ്മൾ ക്ലോസ് ചെയ്തു. അടുത്ത മെത്തേഡ് ഇതുമാണ്. അവിടെ ഇൻറ്റ് എ സ്ട്രിങ് ബി ആണ്. അപ്പോൾ ഇവിടെ ആദ്യം എന്ത് വരും? ഇൻറ്റിജർ വരും, എന്നിട്ടാണ് സ്ട്രിങ്ങിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഓപ്പൺ ചെയ്തു, സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിൻ്റ് ആദ്യം ഇൻറ്റ്, പിന്നെ അടുത്ത എന്താ കൊടുത്തേക്കണം? സ്ട്രിങ് എന്ന് പറഞ്ഞു കൊടുത്തു. അത് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡറാണ് ചേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ സ്ട്രിങ് ഇൻറ്റ് ആണ്, ഇവിടെ ഇൻറ്റ് സ്ട്രിങ് ആണ്. അപ്പോൾ ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം മെത്തേഡ് ഓവർലോഡിങ് എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് എ ജാവ പ്രോഗ്രാം ടു ഫൈൻഡ് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ആണ്. നമുക്ക് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ കണ്ടുപിടിക്കണം. അതിനുള്ള ഫോർമുല പ്രോഗ്രാമിൽ തന്നിട്ടുണ്ട്. ഏരിയ സിഗൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ളത്, സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, അത് തന്നിട്ടുണ്ട്. സൈഡിൻ്റെ സൈഡ്, സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നിട്ടുണ്ട്. 3.14 ഇൻറ്റു ആർ സ്ക്വയർ ആണ്. യൂസിങ് മെത്തേഡ് ഓവർലോഡിങ്. ഇത് എന്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്? മെത്തേഡ് ഓവർലോഡിങ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കീബോർഡിൽ നിന്ന്, അതായത് യൂസറിൽ നിന്ന് ഇൻപുട്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഏരിയ ആണ്. റെക്ടാങ്കിളിൻ്റെ കണ്ടുപിടിക്കണം, സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കണം, സർക്കിളിൻ്റെ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞ മെത്തേഡാണ് അവിടെ ഓവർലോഡ് ചെയ്യേണ്ടത്. ഓവർലോഡിങ് ആയതുകൊണ്ട് ഓവർലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇൻപുട്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണം. ഇൻപുട്ട്സ് എന്താ? ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, അതുപോലെ തന്നെ സൈഡ് ഉണ്ട്, പിന്നെ റേഡിയസ് ഉണ്ട്. ഇത്രയുമാണ് അതിൻ്റെ ഇൻപുട്ട്സിൽ വരുന്നത്. അപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് ഇൻപുട്ട് കീബോർഡിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ ആ കീബോർഡിൽ നിന്ന് എടുക്കാനുള്ള നമ്മുടെ കറസ്പോണ്ടിങ് പാക്കേജിൽ നിന്നുള്ള ക്ലാസ്സിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്തു. അതാണ് ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ നിന്ന് പറഞ്ഞ പാക്കേജിൽ നിന്ന് സ്കാനറിനെ മാത്രം, ആ ക്ലാസ്സിനെ മാത്രം ഞാൻ ഇമ്പോർട്ട് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ക്ലാസ് കൊടുക്കുവാണ്. ക്ലാസ് മെത്തേഡ് ആയതുകൊണ്ട് ഞാൻ മെത്തേഡ് എന്നും പറഞ്ഞ് ക്ലാസ് കൊടുത്തു. ഓക്കെ, ക്ലാസ് മെത്തേഡ് എന്നും പറഞ്ഞു കൊടുത്തു. ക്ലാസ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് മെയിൻ മെത്തേഡ് കൊടുക്കുവാണ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്ട്രിങ് array. അത് ARGS കൊടുക്കണമെന്നൊന്നുമില്ല, അറേയുടെ പേരാണ്, അത് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക. അപ്പോൾ ക്ലാസ് മെത്തേഡ് എന്ന് പറഞ്ഞ് ഞാൻ മെത്തേഡ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ARGS കൊടുത്തു. ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കാനർ എന്ന് പറയുന്ന ക്ലാസ്സിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. കീബോർഡിൽ നിന്ന് ഒബ്ജക്റ്റ് എടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാനർ S is equal to new scanner ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് system.in ഈ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കീബോർഡിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്കാനർ S is equal to ന്യൂ സ്കാനർ. ഇത് ഏത് പ്രോഗ്രാമിനും കീബോർഡിൽ നിന്ന് ഇൻപുട്ട് എടുക്കണമെങ്കിൽ, യൂസറിൽ നിന്ന് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ ഏത് പ്രോഗ്രാമിലും ഇതിങ്ങനെ തന്നെ വരുള്ളൂ. ഈ S എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നതാണ്. സ്കാനർ എന്നുള്ളത് ഇൻബിൽട്ട് ആയിട്ട് അതിനകത്തുള്ള പാക്കേജിൻ്റെ അകത്തുള്ള ക്ലാസ്സാണ്. അതാണ് നമ്മൾ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വേറെ യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമുക്ക് സ്കാനറാണ് നമുക്ക് ഇഷ്ടം എളുപ്പം, അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നു. അപ്പോൾ സ്കാനർ S is equal to ന്യൂ സ്കാനർ സിസ്റ്റത്തിനോട് ഇന്ന് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഓരോ കീബോർഡിൽ നിന്ന് ഓരോന്നുമായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് system.out.println enter the
ലെന്ത് എന്നും പറഞ്ഞു കൊടുത്തു. എൻ്റെ അടുത്ത് ലെന്ത് എന്നും പറഞ്ഞു കൊടുത്തു. ഡബിൾ കോട്ട്സ് കൊടുക്കുന്നു. അപ്പം ഈ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കമ്പയർ ചെയ്ത് റൺ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ലെന്ത് എന്നും പറഞ്ഞ് കാണിക്കും. അപ്പം നമ്മൾ ലെന്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ ലെന്ത് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഡിക്ലെയർ ചെയ്യാം. ഞാൻ ആദ്യം ഡിക്ലെയർ ചെയ്യുന്നില്ല, ഇവിടെ തന്നെ ഞാൻ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം ലെന്ത് ആയതുകൊണ്ട് അത് എന്ത് വരും, ഇൻറ്റിജറിൽ വരും. അതുകൊണ്ട് ഇൻറ്റ് ലെന്ത് ഈക്വൽ ടു എസ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് എന്ന് പറഞ്ഞു വരും. കീബോർഡിൽ നിന്ന് ഇൻപുട്ട് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുന്നത്. ഈ ഇൻറ്റ് ലെന്ത് എന്നുള്ളത് ആ ലെന്ത് എന്ന് പറഞ്ഞ വേരിയബിളാണ് ഞാൻ ഡിക്ലെയർ ചെയ്തേക്കുന്നതാണ്. എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ സ്കാനറിന് ആ ഒബ്ജക്റ്റിലേക്കാണ് ഇതെല്ലാം കൊണ്ടുപോയി സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ എസ് ഡോട്ട് നെക്സ്റ്റ് ഇൻത് ആ ഇൻറ്റിജറിനെ നമ്മൾ കറസ്പോണ്ടിങ് അതിൻ്റെ റാപ്പർ ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഇനി അതുപോലെ ലെന്ത് എടുക്കണം, ബ്രെഡ്ത്ത് എടുക്കണം, എല്ലാം നമ്മൾ കീബോർഡിൽ നിന്ന് എല്ലാ ഇൻപുട്സും എടുക്കണം. അപ്പം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println അടുത്തത് എന്താ, എൻ്റർ ദി ഇൻറ്റ്, അതും നമുക്ക് ഇൻറ്റിൽ തന്നെ കൊടുക്കാം. ഞാൻ എസ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ആയതുകൊണ്ട് ഇൻറ്റ് വന്നു. ഇതിപ്പോൾ ഡബിൾ ആണെങ്കിൽ നെക്സ്റ്റ് ഡബിൾ വന്നേനെ. ഫ്ലോട്ട് ആണെങ്കിൽ നെക്സ്റ്റ് ഫ്ലോട്ട്, ലോങ് ആണെങ്കിൽ അങ്ങനെ പോകും. സ്ട്രിങ് ആണെങ്കിൽ നെക്സ്റ്റ് ലൈൻ എന്നും പറഞ്ഞു വരും. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇൻറ്റ് എന്നും പറഞ്ഞു കൊടുത്തു. ഇനി അടുത്തത് റെക്ടാങ്കിളുടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ക്വയറിൻ്റെ ഉണ്ട്. സ്ക്വയറിൻ്റെ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സിസ്റ്റം ഡോട്ട് സൈഡാണ്. അപ്പം ഔട്ട് ഡോട്ട് println എൻ്റർ ദി സൈഡ് സെമികോളനാണേ. അതിലെന്ത് വരും, ഇൻറ്റിൽ തന്നെ കൊടുത്താൽ മതി. അപ്പം സൈഡ് ഈക്വൽ ടു എസ് ഡോട്ട് നെക്സ്റ്റ് എന്ത് വരും, ഇൻറ്റ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, സിസ്റ്റം ഡോട്ട് അതുപോലെ റേഡിയസ് നമുക്ക് ഇൻപുട്ടിൽ നിന്ന് എടുക്കണം. അപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println, ഇതിനകത്ത് എസ് മാത്രമേ ക്യാപ്സ് ഉള്ളൂ. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println എൻ്റർ ദി റേഡിയസ്. അപ്പം ഈ റേഡിയസിന് നമ്മൾ ഡബിളിൽ കൊടുക്കുവാണ്. അപ്പം ഡബിൾ റേഡിയസ് എന്ന് പറഞ്ഞു വരും. എസ് ഡോട്ട് നെക്സ്റ്റ് ഡബിൾ ടി ക്യാപ്സ്. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്തൊക്കെ ഇൻപുട്ട് എടുത്തു, ലെന്ത് എടുത്തു, ലെന്ത് ഇൻറ്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് ഇൻറ്റ് വന്നു. ബ്രെഡ്ത്ത് എടുത്തു, അത് നെക്സ്റ്റ് ഇൻറ്റ് വന്നു, ഇൻറ്റ് ആയതുകൊണ്ട്. പിന്നെ സൈഡ് നമ്മൾ ഇൻറ്റ് തന്നെ കൊടുത്തേക്കുന്നത്, അപ്പോൾ അതും നെക്സ്റ്റ് ഇൻറ്റ് എന്ന് പറഞ്ഞു വന്നു. റേഡിയസ് എടുത്തു, റേഡിയസ് ഡബിളിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് എസ് ഡോട്ട് നെക്സ്റ്റ് ഡബിൾ വന്നു. അതെല്ലാം ഇൻപുട്ട് എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ പേര് എന്താണോ ആ ക്ലാസ്സിന് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് ആ മെത്തേഡിലേക്കെല്ലാം പാസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അടുത്ത പേജിലോട്ട് പോവുകയാണ്. ഇവിടെ ഞാൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ക്ലാസ് കുറച്ച് എഴുതാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്പേസ് വിട്ടേക്കുന്നത്. ക്ലാസ് ഓവർ എന്ന് കൊടുക്കാം, കാരണം ഓവർ എന്ന് പറഞ്ഞാൽ ഓവർലോഡിങ് ആണ്. അപ്പം മെത്തേഡ് ഓവർ എന്ന് മാത്രം കൊടുത്താൽ മതി. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് എല്ലാ മെത്തേഡ്സിനെയും ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ക്ലാസ്സിനുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുവാണ്, ഡബിൾ ഏരിയ എന്നും പറഞ്ഞു. ഡബിൾ ഏരിയ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിളാണ്. അപ്പോൾ ഏരിയ എന്നും പറഞ്ഞു കൊടുത്തു. ഇനി മെത്തേഡ് ഞാൻ എഴുതുവാണ്, പബ്ലിക് വോയിഡ് ഏരിയ അല്ലേ കണ്ടുപിടിക്കുന്നത്, ഏരിയ എന്നും പറഞ്ഞു കൊടുത്തു. ആദ്യം ഞാൻ പാസ് ചെയ്യുന്ന റെക്ടാങ്കിളിൻ്റെ ആയിരിക്കും. അപ്പം ഇൻറ്റ് എൽ കോമ ഇൻറ്റ് ബി. ഓപ്പൺ ചെയ്യുക. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബി ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു വരും. ഓക്കെ, എന്നിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println അതിൻ്റെ ഉള്ളിൽ ഏരിയ ഓഫ് റെക്ടാങ്കിൾ
പ്ലസ് ഏരിയ. ആ മെത്തേഡ് അവിടെ ക്ലോസ് ചെയ്യുക. ഇനി ഞാനിവിടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നോ, ആ ക്ലാസ്സിനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ക്ലാസ്സിന് ഞാനിവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിവിടെയാണ് സ്റ്റോപ്പ് ചെയ്ത് തരുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലാസ് ഓവർ എന്നും പറഞ്ഞാൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓവർ വി സിക്കൽ ടു ന്യൂ ഓവർ ഓ ക്യാപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് ഏതാണോ ആ ക്ലാസ്സിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെത്തേഡ് എല്ലാത്തിനെയും കോൾ ചെയ്യണം. എല്ലാത്തിൻ്റെയും പേര് സെയിം ആയി, ഏരിയ. അപ്പോൾ വി ഡോട്ട് ഏരിയ ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് എന്തൊക്കെ പാസ് ചെയ്യണം, ലെങ്തും ബ്രെഡ്ത്തും പാസ് ചെയ്യണം. ലെങ്ത് കോമ ബ്രെഡ്ത്ത്. ഇപ്പം എല്ലാം പറഞ്ഞു കൊടുത്തോന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടുത്ത് വി ഡോട്ട് ഏരിയ, ഇവിടുന്ന് എന്ത് പാസ് ചെയ്യണം, സൈഡ് മാത്രം പാസ് ചെയ്യണം. അടുത്ത് വി ഡോട്ട് ഏരിയ, അടുത്ത് എന്ത് പാസ് ചെയ്യണം, റേഡിയസ് പാസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ മെത്തേഡ് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്യുക. ഈ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യുക. ഇത്രയാണ് ഇവിടെ വരുന്നത് ഇത്. അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്ത മെത്തേഡിനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് കറസ്പോണ്ടിങ് മെത്തേഡിനെ കോൾ ചെയ്യുക. മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് പാസ് ചെയ്യാനുള്ള രണ്ടും ഇവിടുത്തെ ഓരോ മെത്തേഡിന് എന്തൊക്കെയാണോ പാസ് ചെയ്ത് വിടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് നമ്മൾ ആ ക്ലാസ്സിന് ആ ക്ലാസ് ഡിക്ലെയർ ചെയ്തേക്കുവാണ്. ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോന്നായിട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഈ ക്ലാസ് ഇങ്ങോട്ടൊന്ന് മാറ്റി ചെയ്തുവാണ്. ക്ലാസ് എന്തായിരുന്നു, ഓവറിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഡേറ്റനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഏരിയ എന്നും പറഞ്ഞ്. അപ്പം ഡബിൾ ഏരിയ എന്നും പറഞ്ഞ് കൊടുത്തു. അത് അതിൻ്റെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുന്നത് എല്ലാത്തിലും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ആദ്യം തന്നെ പബ്ലിക് വോയിഡ് ഇതിങ്ങോട്ട് മാറ്റി ചെയ്താൽ അല്ലെങ്കിൽ സ്പേസ് തികയില്ല, അതുകൊണ്ടാണ്. അപ്പം അടുത്ത മെത്തേഡാണ് എഴുതുന്നത്. ഫസ്റ്റ് മെത്തേഡ് പബ്ലിക് വോയിഡ് ഏരിയ ഇൻഡ് എൽ കോമ ഇൻഡ് ബി. ഇൻഡിജർ ആണല്ലോ, അത് നമ്മളിവിടെ കൊടുക്കണം. ഇൻഡ് എൽ ആണോ ഇൻഡ് ആണോ ബി ആണോ. ലെങ്തെന്ന് കൊടുത്താലും കുഴപ്പമില്ല. ലെങ്ത് മാറ്റി കൊടുത്തു നോക്കുന്നു. അല്ല, ലെങ്ത് തന്നെ കൊടുക്കാം. ലെങ്ത് ഇൻഡ് ലെങ്ത് കോമ ഇൻഡ് ബ്രെഡ്ത്ത് ഒന്ന് പാസ് ചെയ്യുന്നത് നമ്മൾ അസൈൻ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ സെയിം അവിടെ കൊടുത്തേക്കുന്ന എന്താണോ കൊടുത്താൽ മതി. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ സിക്കൽ ടു ലെങ്ത് ഇൻറ്റു അതുകൊണ്ട് അതിനെ പ്രിൻറ്റ് ചെയ്യിക്കുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഏരിയ ഈസ് എന്തിനാന്ന് എഴുതണമെങ്കിൽ എഴുതാം, ഞാൻ എഴുതുന്നില്ല. അപ്പോൾ പ്ലസ് ഏരിയ. എന്നിട്ട് ആ മെത്തേഡ് ക്ലോസ് ചെയ്യുക. ഇനി അടുത്ത മെത്തേഡ് എന്താ, നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കണം. സെയിം പബ്ലിക് വോയിഡ് ഏരിയ ഓപ്പൺ ചെയ്തു. ഇൻഡ് സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഡ് സൈഡ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. എ സ്ക്വയർ ആണല്ലോ, അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ ആണ്. സെമി കോളം കൊടുക്കുക. അതിനെ പ്രിൻറ്റ് ചെയ്യിക്കുക. പ്രിൻറ്റ് ചെയ്യിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഏരിയ ഈസ്. വേണമെങ്കിൽ സ്ക്വയർ എന്നും പറഞ്ഞ് കൊടുക്കാം, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. മെത്തേഡിനെ ക്ലോസ് ചെയ്യുക. ഇനി അടുത്ത മെത്തേഡ് പബ്ലിക് വോയിഡ് ഏരിയ ഡബിൾ റേഡിയസ്. ഓപ്പൺ ചെയ്യുക. ഏരിയ ഈക്വൽ ടു 3.14 ഇൻറ്റു പൈയുടെ വാല്യൂ ആണ്. റേഡിയസ് സെയിം അവിടെ പാസ് ചെയ്ത് തന്നെ റേഡിയസ്
ഇൻറ്റു റേഡിയസ്. പൈ ആർ സ്ക്വയർ ആണ്, റേഡിയസ് ഇൻറ്റു റേഡിയസ് എന്ന് വരും. ഇങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println area is plus area. ഓക്കെ, എന്നിട്ട് ആ മെത്തേഡ് ക്ലോസ് ചെയ്യുക. നമ്മൾ ക്ലാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിനെ ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഈ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഇവിടെ മെത്തേഡ് ക്ലാസ് ഓവർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെത്തേഡ് നോക്കിയേ, പബ്ലിക് വോയിഡ് ഏരിയ ഉണ്ട്, പബ്ലിക് വോയിഡ് ഏരിയ ഉണ്ട്, പബ്ലിക് വോയിഡ് ഉണ്ട്, വോയിഡ് ഏരിയ ഉണ്ട്. എല്ലാത്തിൻ്റെയും മെത്തേഡ് നെയിം സെയിം ആണ്, പക്ഷേ പാരാമീറ്റർ വ്യത്യാസമാണ്. ഇവിടെ 2 പാരാമീറ്റർ ഉള്ളത്, ഇവിടെ 1 പാരാമീറ്റർ ഉള്ളൂ. അപ്പോൾ ആ രണ്ടിൻ്റെ ഓവർലോഡ് ആവും. അതുപോലെ ഇവിടെ ഇൻ്റ് ആണെങ്കിൽ ഇവിടെ ഡബിൾ ആവും, അതുകൊണ്ട് ഓവർലോഡ് ആയിക്കോളും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, അവിടെ കൊടുക്കാനുള്ള ഇൻപുട്സ് എല്ലാം കൊടുക്കുക. എന്നിട്ട് ആ ക്ലാസ്സിന് വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. അതിന് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ മെയിൻ ക്ലാസ്സിൽ നിന്നിട്ട് ആ മെത്തേഡ്സിനെല്ലാം കോൾ ചെയ്യുക. കോൾ ചെയ്തിട്ട് ആ മെത്തേഡിന് നമ്മൾ ഈ സബ് ക്ലാസ്സിൽ വന്നിട്ട് അതിനെ ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുക്കുക. അപ്പോൾ ഞാൻ പബ്ലിക് വോയിഡ് ഏരിയ കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ ഓരോന്നും എന്താണെന്നുള്ളത് അതിൻ്റെ ബോഡി നമ്മൾ എല്ലാം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ മെത്തേഡ് ഓവർലോഡിങ്. അപ്പോൾ മെത്തേഡ് ഓവർലോഡിങ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ എക്സാമ്പിൾ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് മെത്തേഡ് ഓവർലോഡിങ് എന്താണെന്നായിരുന്നു. മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെയിം ക്ലാസ്സാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് വെച്ചിട്ടാണ്. അതായത് അതിൻ്റെ പാരാമീറ്റർ ചേഞ്ച് ചെയ്യാം, പക്ഷേ സെയിം നെയിമിലായിരിക്കണം മെത്തേഡ്. അപ്പോൾ ഒരു സെയിം ക്ലാസ്സിൽ സെയിം നെയിമിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാരാമീറ്ററോ അല്ലെങ്കിൽ ടൈപ്പോ വ്യത്യസ്തമായിട്ട് മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓവർലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സെയിം നെയിം ആയിരിക്കണം മെത്തേഡിനെ, എക്സാക്ട് സെയിം നെയിം ചേഞ്ച് ചെയ്യാൻ പാടില്ല, നെയിം ചേഞ്ച് ആയിരിക്കണം. അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റർ ചേഞ്ച് ചെയ്യാം, പാരാമീറ്റർ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓർഡർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാം. അപ്പോൾ അത് എപ്പോഴാണ് റിസോൾവ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൈൽ ടൈമിലായിരിക്കും നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് എന്ത് ചെയ്യുന്നത്, റിസോൾവ് ചെയ്യുന്നത്. താങ്ക് യു. നിങ്ങൾക്ക് വേറെ ക്ലാസ്സസുമായിട്ട് കാണാം.